വേണം. ഹലോ ഗൈസ്, നല്ല വെയിലുണ്ടല്ലോ. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. 3 മാസമായി ചേച്ചിയും പിള്ളേരെയും ചേച്ചിയമ്മയൊക്കെ കണ്ടിട്ട്. ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി, പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല. എന്നെ കിടന്ന് വിളിക്കുക, വാ 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 എന്ന് പറഞ്ഞിട്ട്. അക്കുലക്കിയും പാർച്ചിട്ട് ബാ 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 എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുക. ബാക്കി ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. ചേച്ചിയുടെ അങ്ങോട്ട് പോകുന്നത് ബസ്സിലായിരുന്നു. ബസ് നോക്കി കുറേ സമയം അവിടെ നിന്ന സമയത്ത് അവിടെ SNDP എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു. ആർക്കും എന്തൊക്കെ അവാർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. പിന്നെ ബസ് സ്റ്റോപ്പിൽ കണ്ടു കുറേ പേരെ മറ്റേ ഇലക്ഷൻ ഇന്ന സമയത്ത് പോസ്റ്റർ ഒട്ടിച്ച് അതിൽ കുറേ പേരൊക്കെ തോറ്റുപോയി. അതിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റാണ് ജയിച്ചത്. എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഈ ബസ്സിലാണ് ഞാൻ സ്ഥിരമായിട്ട് കോളേജിൽ പോകുമ്പം എല്ലാ ദിവസവും രാവിലെ പൊക്കോണ്ടിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓടുമായിരുന്നു. ഇപ്പം ഞാൻ വെറുതെ നിന്നപ്പോൾ ആ ബസ് ഒരു മര്യാദ ഇല്ലാതെ പോകുന്നുണ്ടോ. ഈ ബസ് നോക്കിയിരുന്ന ലാസ്റ്റ് ബസ് വരാതെ ഞങ്ങൾ ഓട്ടോയിൽ പോയി. ഈ കാണുന്നുണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. ഈ ഓട്ടോ നേരെ കൊണ്ട് നിർത്തിയത് ലക്ഷ്മിയുടെ ഫ്രണ്ടിൽ. ഇവിടുത്തെ ലക്ഷ്മിയിലെ കൊട്ടാരക്കര ലക്ഷ്മിയിലെ എനിക്ക് ഷാർജ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരത്തേക്ക് ബസ്സിൽ കയറി പോകുന്ന വഴിക്ക് നോക്കിയപ്പം അമ്പലത്തിലൊക്കെ കഞ്ഞി കൊടുക്കുന്നു. അപ്പോഴാ ഓർത്ത ഇന്ന് 41 വിളക്കാന്നല്ലോ എന്ന്. അപ്പം കഞ്ഞി കുടിക്കണമെന്നുണ്ട്. പക്ഷേ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ, ടിക്കറ്റൊക്കെ എടുത്തല്ലോ. പിന്നെ ചേച്ചിയുടെ അങ്ങോട്ടല്ലേ പോയി അവിടെ ചെല്ലുമ്പം ചോറൊക്കെ കഴിക്കാമല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിച്ച് ബസ്സിലിരുന്നു. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് കുന്നത്തൂർ പാലം. ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കണ്ട പാലം ഇതാ. ആദ്യമായിട്ട് ആറൊഴുകുന്നത് കണ്ടതും ഇതാ. എനിക്ക് എന്തോ ഈ വഴി പോകുമ്പം സൈഡിൽ തന്നെ ഇരിക്കണം. എനിക്കിതൊക്കെ നേരിട്ട് കാണാമെന്ന് ഭയങ്കര നിർബന്ധം. ഈ വഴി നേരെ ചെല്ലുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. വീടിനകത്തൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലോ, പുൽക്കൂടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു വണ്ടിയൊക്കെ ഇരിക്കുന്നത്. സൈക്കിളിൻ്റെ പ്രത്യേകത ഉണ്ട്, സൈക്കിളിന് ഒരു നീളം കുറച്ച് കൂടുതലാണല്ലോ. 2 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഫുൾ കുത്തിയരച്ച് വെച്ചിരിക്കുന്നുണ്ടോ. എന്താടാ ഒന്നും പറയാത്ത ലക്കി? എന്ത് പറ്റി എന്റെ കുഞ്ഞിന്റെ കാലിന്? എന്താ പറ്റി? എന്റെ ആരും കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയില്ലയോ? എന്നെ കണ്ടിട്ടൊന്നും പറയാനില്ലയോ? ശിമാരമ്മ ചീതമ്മൂമ്മയുടെ അങ്ങോട്ട് പോയി, ജോലിക്ക് പോയി. ഇതാന്നോ നിനക്ക് എന്റെ അടുത്ത് ചോദിക്കാനല്ലേ? എന്തിയേ അച്ഛൻ എന്തിയേ? നോവന്നോ? നമുക്ക് ആശുപത്രി പോയി സൂചി വെക്കാം. ചേച്ചിക്ക് ഞാൻ വന്നിട്ട് സംസാരിക്കാൻ പോലും സമയമില്ല. കണ്ടോ ഗൈസ്, ഇപ്പം വീഡിയോ ഓണാക്കിയത് ലക്കിയാണ്. ലക്കി സംസാരിക്ക. വീഡിയോ ഓണാക്കാൻ മാത്രമേ അറിയൂ, സംസാരിക്കാൻ അറിയത്തില്ല. ലക്കി എനിക്ക് എന്തോ എടുക്കാൻ പോയതാ. എന്തോ അത്? എന്തുവാ? അതെന്താ? അക്കുമോൻ എന്താ ഛർദിച്ചേ? അക്കുചേട്ടൻ എന്തിനാ ഛർദിച്ചേ? പിന്നെ മൊത്തം കൂടെ തിന്നോണ്ട് കൊഞ്ഞല്ലേ ചിട്ടേ. ഞാൻ പോകുവാടാ. ഞാൻ ഇന്ന് വൈകിട്ട് പോകും. 4 മണിക്ക്. തിരിച്ച് ഞാൻ നാളെ രാവിലെ വരാം. വേണം. എന്നാ പോകുന്നില്ല. ലക്കി നമ്മളിപ്പം കടയിൽ പോകും. കടയിൽ പോയിട്ട് പാർച്ചിട്ടിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഒരു കുഞ്ഞു മുട്ടായി വാങ്ങിച്ചു തരാം. പക്ഷെ മക്കൾ അവിടെ കിടന്ന് അത് വേണം
അങ്ങനെ കറക്കുന്ന മുട്ടയെ വാങ്ങിച്ചു തരാം. പക്ഷെ അവിടെ കിടന്നിട്ട് ബഹളം വെക്കല്ല, അത് വേണം ഇത് വേണമെന്ന്. പാർട്ടിട്ട് വാങ്ങി തരുന്ന മാത്രം എടുത്തോണം. കട നല്ല കൊച്ചായിട്ട് ഇരിക്കണം. കട നല്ല കൊച്ചായിട്ട് ഇരിക്കുവോ? സത്യം ചെയ്യ്. ചില വേറെ ഒന്നും വേണ്ടല്ലോ. എങ്ങോട്ടാ? ഗേറ്റ് അടക്കണ്ടേ? പാർച്ചിലൂടെ വാ. ചോക്ലേറ്റ്സ് ഒക്കെ എവിടാ? ഡയറി മിൽക്ക്. ഇത് വേണ്ട, ഇത് വേണ്ട. വേറെ നമുക്ക് വേറെ മുട്ടയൊക്കെ നോക്കാം. എടാ വേറെ നോക്കട്ടെ. പാർച്ചിട്ട് പറയുന്ന കേക്കിലക്കി ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് മറ്റേ നൊച്ചിയിൽ വാ. നൊച്ചിപ്പാ കറങ്ങണം. അതെടുക്കണ്ട. ഏതാ ഫാൻ മിഠായി? അക്കൂനോ? അത് നമുക്ക് വലിയ ഡയറി മിൽക്ക് വാങ്ങാം കേട്ടോ. അപ്പൊ ഇത് വേണ്ട? ഇതിലേത് ഡയറി മിൽക്കാ വേണ്ടേ? ഇത് വേണോ? ഏത് വേണം? അതും ഇത് തന്നെ. ഇത് വേറെ. ഇത് മതി അക്കുന്. ലക്കിക്കോ? അവിടെ പോയിട്ട് അക്കുചേട്ടനെ വേണമെന്ന് പറയില്ല കേട്ടോ. ലക്കി എടുക്കുന്നതിനെ ലക്കിക്ക് എടുത്തോണം. ഇത് മതിയോ? ഇത് മതിയോ? ഉറപ്പാണ്? അത് ഇത് വേണോ? കുഞ്ഞു നോക്കി ഇത് വേണോ? ഇത് കണ്ടോ? ഇത് വേണോ? അതോ വേണ്ടോ? കണ്ടോ ഇത് വേണോ? എന്താ വേണം? എന്താ വേണം? അത് കഴിച്ചോണം. പിന്നെ അക്കുച്ചേട്ടൻ്റെ പിടിക്കല്ലേ. അടയ്ക്കട്ടെ. ഏതാ കളർ പറ? റെഡോ? അത് ചിപ്പപ്പല്ലേടാ? അക്കുമോൻ ഏത് ഐസ്ക്രീം വേണമെന്ന് വെച്ചാ പറഞ്ഞേ. അക്കുമോൻ ഇഷ്ടമുള്ള പറഞ്ഞു. ലക്കി ഏതായാലും പൊട്ടത്തരെ പറയത്തോള്. കോൺ വേണോ? ഇത് ചോക്ലേറ്റിന്റെ മക്കൾക്ക് ഏത് വേണോ ലക്കി? സിപ്പ വേറൊരു ഐസ്ക്രീം പറ. അത് വാങ്ങിച്ചു തരാം. വേറെ ഒന്നുകൂടെ പറ. ഇത് രണ്ടെണ്ണോ? ഈ ബ്ലാക്ക് അക്കുചേട്ടൻ പറഞ്ഞത് വാങ്ങട്ടെ? വാങ്ങിക്കാം. കൈമാറ്റ്. അക്കുമോൻ ഇതല്ലയോ? ലക്കിക്കും എടുത്ത് എന്നാ തിന്നല്ലേ. കഴിഞ്ഞല്ലോ കാണിച്ചേ. അത് രണ്ടിങ്ങ. ഡയറി മിൽക്ക് ഇത് മതിയല്ലോ കുഞ്ഞിന്? ഉറപ്പാന്ന്? സന്തോഷായോ? ഇനി കൊടമുട്ടയും വേണ്ടേ? ഇത് മതി? ലക്കിക്ക് സന്തോഷായോ? ഇനി വേറെ എന്തെങ്കിലും വേണോ? അക്കുവിന് ഇനി എന്തെങ്കിലും വേണോ? തരും. അല്ല ഇത് ഇത്ര ചേട്ടാ ഒരു കവർ ഇട്ടുതരോ?
രണ്ടാഴ്ചയായടാ, 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. 5 മണിക്ക് പോയിട്ട് 6 മണിക്ക് വന്നൂടെ? പക്ഷെ അത് കഴിഞ്ഞിട്ടാ. അത് 6 മണി 6:30 ആയിട്ടല്ലയോ? കാണിക്കണ്ടായോ ഇവിടെ പോയിട്ട്? വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം. അവിടെ മാഷിന് അയച്ചു കൊടുക്കാൻ. അവൻ കരയുന്നു. അക്കു കരയുന്നു, അക്കു കരയുന്നു. എന്റെ അക്കുമോൻ കരയണ്ട. അക്കുമോൻ കരോട്ടേക്ക് പോകണ്ട കേട്ടോ. എന്റെ അക്കുമോൻ പോകണ്ട. പാവ എന്റെ കുഞ്ഞുനാടെ കണ്ണീരൊക്കെ ഒലിക്കുന്ന വീശി കൊടുക്കുന്ന ഇത്ര സ്നേഹം. അക്കുമോൻ കരോട്ടേക്ക് വേണ്ട. പോയിട്ട് പോകാൻ വരുന്നോ? നമുക്ക് പോയിട്ട് പോകാം കേട്ടോ. എന്താ അമ്മ വേണ്ടത് കുഞ്ഞിന്? ഷോ നമുക്കന്ന് അമ്മ മാറ്റാം കേട്ടോ. നമുക്ക് വേറെ അമ്മ വാങ്ങിക്കാം കേട്ടോ. എന്റെ കുഞ്ഞ് കരയാതിരിക്കും. നമുക്ക് അമ്മ മാറ്റാം. എന്റെ അക്കുമോൻ കരയല്ലേ? നമുക്കേ HM കൊണ്ട് HM എല്ലാരെയും കൊണ്ട് വഴക്ക് പറയിപ്പിക്കാം കേട്ടോ. എല്ലാരും പറയാം അവന്റെ അമ്മ ദുഷ്ടയാണ്. എനിക്ക് എന്റെ അക്കുമോൻ കരയല്ലേ? HM ദുഷ്ടല്ലയോ? കരയല്ലേ? അങ്ങോട്ടൊന്ന് കേറട്ടെ, എന്റെ കുഞ്ഞിനോട് ചോദിക്കട്ടെ. അക്കുമോനെ നമ്മക്കേ വൈകിട്ട് പോയിട്ട് പോവാം കേട്ടോ. കരയണ്ട. അമ്മയുടെ റൂമിൽ കിടക്കുന്നു. എന്റെ അമ്മ റൂമിൽ കിടന്നോളൂ. റൂമില് എന്റെ റൂമിൽ കിടക്കുന്നില്ല. ഇനി എന്റെ അടുത്ത് വരത്തില്ല. ഇല്ല, ഞാനാ പോട്ടെ. താണ്ട കണ്ണീരൊക്കെ ഒലിക്കുന്ന എന്റെ കൊച്ചിനെ കരയിച്ച്. ഞാൻ പോട്ടെ എന്നാ. ഞാൻ പോവാന്ന്. എന്റെ അക്കു മുടിയൊക്കെ വെട്ടി എന്റെ അക്കുമ്മ സുന്ദരനായിട്ടിരിക്കും. നേരെ ഇരുന്ന കരയണ്ട. എന്റെ പൊന്നാണ് കരയാൻ ചെയ്യാം. വീഴല്ലേ കരയണ്ട കേട്ടോ. ഇന്ന് ശനിയാഴ്ച മോനെ കേട്ടോ. ഇന്ന് പോകണ്ട. ശനിയാഴ്ച ലക്കി സമയം കിട്ടുമ്പോ അമ്മ ഉപദേശിച്ചൂടെ? സമയം കിട്ടുമ്പോ അമ്മ ഉപദേശിച്ചൂടെ? കൊച്ചു ഓർത്തോർത്ത് കരയുന്നു. പാവം കൊച്ച്. കരയരുത്. കരഞ്ഞോണ്ടിരുന്ന അവന്മാര് വന്ന് പുഷൂന്ന് പറഞ്ഞു പിന്നെ ഇടിക്കും. അവരിടിക്കാൻ വരുമ്പോ കൈ കൊണ്ട് ഇങ്ങനെ തടയണം. ഈ കൈ കൊണ്ട് ഒരാൾ അടിക്കാൻ വന്ന എന്ത് ചെയ്യണം? തട്ടിക്കാണ്ട് പോവാണെങ്കിൽ എന്തോ ചെയ്യും? കടിക്കും. എങ്ങനെ കടിക്കും? കടിച്ചു കാണിച്ചേ. വാടാ, ഇങ്ങോട്ട് വാടാ. വന്ന് വാ, നല്ല കുഞ്ഞായിട്ട് വാ. ഓക്കെ എങ്ങനെയുണ്ട് ലക്കി? ചിക്കൻ ഫ്രൈ. ചേച്ചമ്മ എനിക്ക് ചോറിന് മീൻകറി, കോവയ്ക്ക വെഴുക്കൂത്തി, മീൻ വറുത്തത്, അവിയല്, ഒരു മുട്ട ഉണ്ടോ. മുട്ടയുടെ ഇത്രയും കരണ്ടി വെച്ചേക്കുന്നത് ലക്കിയലിയ. പിന്നെ കണ്ടോ മാങ്ങാക്കറി കാണിച്ചു തരാവേ. കണ്ടോ മാങ്ങാ സീസണിൽ മാങ്ങ എവിടുന്നാന്നറിയോ? ചേച്ചിമ്മ മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും. ആ മാങ്ങയാണിത്. എലി പോ എലി വന്നു. പിന്നെ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ് ലക്കി. ചോറൊക്കെ കഴിച്ച ശേഷം ലക്കി മോനെ എന്തോ ചെയ്യുവാ? അതെന്തിനാ?
എന്തോത്തിനും ആണ്. അക്കുവാണ്, ഒന്നും ചെയ്യാനില്ല, പാവം. ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിരിക്കുക. എന്തുവാ സാരമില്ല, പോട്ടെ. അക്കു ചേട്ടനല്ലയോ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. എന്റെ കുഞ്ഞു കരയാതെ. കണ്ണ് കൊണ്ടോ? കണ്ണല്ലടാ, കാലാ. ഇതിന് കാലെന്നല്ലേ പറയുന്നേ? ഞാൻ പാരച്ചിട്ടേക്ക് അറിഞ്ഞൂടാ. എന്റെ കുഞ്ഞു കരയേണ്ടത്, കണ്ണീരൊക്കെ വന്നിരിക്കുന്നു. നോക്കിയേ, എന്റെ കുഞ്ഞു കരയല്ലേ. പോട്ടെ പോട്ടെ, കഴിഞ്ഞ് കള്ളക്കരച്ചിൽ കഴിഞ്ഞ്. അക്കുവിന്റെ എന്തോ ഒരു ടൈപ്പ് മാജിക്കാ. ഗ്രേ കളറ് ലക്കി കൊണ്ട് വെച്ച് ലക്കി, അത് ഇപ്പൊ കഴിക്കണ്ട. അതിനകത്ത് വെള്ളം നനയാത്തണ്ടോ? ഇതാണ് അക്കുവിന്റെ ഒരു വെറൈറ്റി മാജിക്. ഇതിന്റെ മണ്ടയില് വെള്ളം പറ്റത്തില്ല, കണ്ടോ? അടിവശത്ത് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അടിയിലും തീരെ പറ്റത്തില്ല, കണ്ടോ? ഈ ഇലയില് വെള്ളമേ പറ്റില്ല. ഗ്രേ കളറാ. എന്താ സംഭവം എന്ന് വിവരിച്ചു പറ. ഇത് വെള്ളത്തിട്ട ഗ്രേ കളർ കണ്ടോ 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 കണ്ടോ, അതാണ് സംഭവം. ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ തെറ്റാണ്. എൻ്റെ അക്കുമ്മൻ പറഞ്ഞതാണ് ശരി. ഇനി നമുക്ക് ചേച്ചിയമ്മയുടെ കുറച്ച് കൃഷികൾ കാണാം, കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് കോവയ്ക്ക മാത്രമേ ഉള്ളൂ. കോവല് ചേച്ചിയമ്മയുടെ കൃഷികളാണ് ഇതൊക്കെ. കോവയ്ക്ക ഉണ്ടോ? ഇതിലെ കോവയ്ക്ക എന്ന് പറയുന്നത് ഇത്ര നല്ല നീളമുള്ളതാ, കണ്ടോ? നല്ല നീളമുള്ളതാ. അക്കുവൊക്കെയാണോ ഇത് നോക്കുന്നേ? ആണ്, ഇതിനിടയിലൊരു കോവയ്ക്ക കള്ളനുണ്ട്. കോവയ്ക്ക കള്ളൻ എവിടെ? താണ്ടേ, അവന് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക. ലക്കി വിരിച്ച കോവയ്ക്കത്. ആണ്ടേ, കണ്ടോ ഈ കോവയ്ക്ക ഇത്രയും വലുതാവും. പിച്ചട്ടെ, ഇത്രയും വലുതാവും കോവയ്ക്ക. കണ്ടോ, ഇത്രയും കോവയ്ക്ക ഇത്രയും ചെടിയിൽ നിന്ന് കിട്ടിയതാ. കുഞ്ഞാണ്ടി ചെടിക്കാതെ നിന്ന് കിട്ടിയതാ ആണ്. ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, വേണ്ട. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ കോവയ്ക്ക കള്ളതാ, കോവയ്ക്ക വെച്ചിക്കൊണ്ടുപോയി. കോവയ്ക്കയുടെ അടുത്ത് കണ്ടോ അലോവേറ, കച്ചാർ വാഴ നല്ല കട്ടിക്ക് വളരുമോ, കണ്ടോ? കോവയ്ക്കയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. വിളവെടുക്കുന്നത് അക്കു, ലക്കി. ഈ കറ്റാർ വാഴ ഇത്രയും നല്ല കട്ടിക്ക് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാത്തിനും അത്യാവശ്യം ഇത്രയും വലിയ കട്ടി തന്നെ ഉണ്ട്. കണ്ടോ, ഒരെണ്ണം ഇത്രയും കട്ടിയുണ്ട്. അക്കു ഉണ്ടോ? പിന്നെയും കൊറേ കോവയ്ക്ക മാറി സൈഡിൽ നിന്ന്. അതാ ലക്കി പിന്നെയും പിച്ച് കോവയ്ക്ക മെടുക്കാൻ. കണ്ടോ, കുഞ്ഞു പ്രായത്തിൽ പിള്ളേർ കൃഷിയൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് കോവയ്ക്കൊന്നും പിച്ച് മതിയായില്ല, ഒത്തിരി പിച്ച് ഇനിയും പിച്ചിക്കൊണ്ടിരിക്കുക. സൈഡ് നിക്കല്ലേ. ഞാൻ പിടിച്ചിട്ടുണ്ട്. പറക്കാനുള്ള ആവേശത്തില് കണ്ടോ, അവിടെ ഇരുന്നും കുത്തിയിരുന്നൊക്കെ കോവയ്ക്ക പറിക്കുന്നത്. എന്താ ആത്മാർത്ഥത! കുഞ്ഞു പ്രായത്തിലെ ഈ ആത്മാർത്ഥതയെ കുറിച്ച് പോലും ഞാൻ കാണത്തോള്. പാർസിറ്റിക്ക് ഇന്ന് പോണോടാ, കഷ്ടവാ. പാർസിറ്റി പോയിട്ട് പെട്ടെന്ന് വരാം. എന്തുവാ ലക്കി, പാർസിറ്റിക്ക് പോണം വീട്ടിൽ, അതുകൊണ്ടല്ലയോ? അക്കു പാർസിറ്റ പോവാ എന്ന്. ഒരുത്തൻ വേണമെങ്കിൽ പോന്ന്, ഒരുത്തനായിരുന്നപ്പോ എന്തുവാ. എടാ ഇന്ന് പാർസിറ്റിക്ക് പോണം. ലക്കി അടങ്ങ ലക്കി അടങ്ങ. ഞാൻ പോകത്തില്ല ഇപ്പം കിട്ടില്ല, ഞാൻ പോകത്തില്ല എന്റെ കുഞ്ഞേ.
ഗൈസ് ഇന്ന് ഞങ്ങൾ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തല മാറ്റ്. ഈ പോപ്കോൺ കണ്ടോ, ഈ പോപ്കോൺ മേപ്പോട്ട് എറിയും. ആദ്യം ആരാണ് പിടിക്കുന്നത് അവരായിരിക്കും അടുത്ത പ്രാവശ്യം എറിയുന്നത്. പറ ആദ്യം അറിയാം മോനെ. അക്കുവ സ്കൂൾ അടച്ചേക്കുന്നോണ്ട് ഇമ്മാതിരി ഒക്കെ കാണേണ്ടി വരും. കൊച്ചിന്റെ എന്റെ ആക്കിയിട്ട് സാധനം ഞാൻ വിട്ടു എടുത്തില്ല. ഞങ്ങളങ്ങനെ കളി കഴിഞ്ഞു. സാധനം എന്റെ കയ്യിലുള്ളത് ലക്കി അവിടെ വേറെ എന്തോ അടിച്ചു മാറ്റി വെച്ചു. അങ്ങനല്ലടാ പൊട്ടിക്കുന്ന ശക്തിമാൻ. പായസത്തിന്റെ കിക്കാണോ? 5 മണി ആയില്ല. കന്നിസ്വാമി ശബരിമല പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന പായസം കന്നിസ്വാമി അങ്ങനെ പൊട്ടിച്ച് കഴിച്ചു. കന്നിസ്വാമി അല്ലേ സ്വാമി മാല ഊരി. അപ്പൊ എന്തോ പറയുന്ന ആണോ? ശബരിമല പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യപ്പനെ കണ്ടോ? അയ്യപ്പന്റെ അടുത്ത് എന്താ പറഞ്ഞു മക്കള്? അതേ പറഞ്ഞോളോ? എച്ചമ്മയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ച മക്കള്? എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയത്? ആണോ? ആണോ? അയ്യോ, പോയതും കേറിയതും ഇറങ്ങിയതും ഒക്കെ കഥ പറ. സ്വർണ്ണക്കൊടിയോ? എവിടെ? സ്വർണ്ണോ? സ്വർണ്ണപ്പടിയാണോ? മക്കൾ കേറിയോ അതിൽ കൂടെ? പോലീസുകാർ പൊക്കിയെടുത്ത് കയറ്റിയതാണോ? മൂക്കോ? എന്തേലും പറ്റിയോ? മക്കളെ എടുത്തോ അച്ഛൻ? അങ്ങോട്ട് പോയപ്പോഴോ? പിന്നെ ഇങ്ങോട്ട് വരാൻ നട്ടു കൊറേ അപ്പൊ ഞാൻ ഉറങ്ങി. അതുകൊണ്ട് എന്തുവാ മുന്തിരി? അത് എന്റെ ലക്കി പോന്നില്ലടാ ഇന്ന്. പോപ്കോൺ ഇല്ല മുമ്മ, ഞാൻ പോകുവാ. ണ്ടോ ഒരു വീട്ടില് ഒരാള് മണ്ണ് വാരി കളിക്കുന്നു, ഒരാളാണ്ട് ഒരാളാണ്ട് വൃത്തിയായിട്ട് തൂക്കുന്നു. അമ്മേ
ലക്കി ഇടിക്ക് ഇടിക്ക് ഇടിക്ക്. നോക്കി വന്ന് നോക്കി ചിരിച്ചേ, നോക്കി ചിരിച്ചേടാ, നോക്കി ഇങ്ങോട്ട്. അക്കു ലക്കി ഞാൻ പോവാ, ടാറ്റ. ലക്കി പോവാനേ.